So welcome back to our radio show, Voice of MAM. Party കേൾക്കാം കൂട്ടുകൂടാം. Let's speak, sing and shine. This is your RJ Shana. നമ്മളെല്ലാവരും ഇപ്പോൾ ട്രയോണ്ടയുടെ പുറകെയാണ് അല്ലേ? ട്രയോണ്ട നിങ്ങൾക്ക് അറിയില്ലേ? അതെന്നെ നമ്മുടെ ഇത്തവണത്തെ വേൾഡ് കപ്പ് ഫുട്ബോൾ. സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ മുഴുവൻ ഫിഫ വേൾഡ് കപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച് അർജന്റീനയുടെ ലയണൽ മെസ്സി പുതിയ റെക്കോർഡൊക്കെ തൂക്കിക്കാരും എല്ലാവരും അറിഞ്ഞില്ലേ? ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ മച്ചാന്റെ ഒരു ഉഗ്രം കൗണ്ടൗൺ ഉണ്ട് കേട്ടോ. മെസ്സി മാത്രമല്ല, റൊണാൾഡോയും നെയ്മറും എംബാപ്പയും ലാമിൻ യമാലും ഒക്കെയുണ്ട്. പിന്നെ ഇത്തവണ ആദ്യമായി ഒരു മലയാളി കൂടി വേൾഡ് കപ്പിന് ഇറങ്ങുന്നുണ്ട്. ഖത്തർ ടീമിലുള്ള നമ്മുടെ സ്വന്തം തഹസിൻ മുഹമ്മദ്. കഴിഞ്ഞ തവണ തൂക്കി, ഇത്തവണയും തൂക്കും എന്നാണ് അർജന്റീന ഫാൻസിന്റെ മാളയിലുള്ള ഫിക്സിന്റെ ടാഗ്ലൈൻ. അപ്പൊ ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുമോ? മാമനോടൊന്നും തോന്നില്ലേ? ഈ കപ്പ് ഞങ്ങളിങ്ങ് എടുക്കുക എന്ന് ഏറ്റവും കൂടുതൽ കപ്പടിച്ച ബ്രസീൽ ഫാൻസ്. ഫ്രാൻസും പോർച്ചുഗലും ജർമ്മനിയും അങ്ങനെ ടീമുകളും ഫാൻ ഫൈറ്റ്സും ഒക്കെയായി ആകെ ഒരു ഓളമാണ് അല്ലേ? നിങ്ങൾക്കുമല്ലേ ഫേവറേറ്റ് ടീം? ഈ വേൾഡ് കപ്പ് മാച്ചുകൾക്കിടയിൽ ഫേവറേറ്റ് ടീമിന് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് ചിയർ ചെയ്യുന്ന ഒരു കൊച്ചു ഫുട്ബോൾ ഫാനിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? സംഭവം നടക്കുന്നത് കഴിഞ്ഞ കൊളംബിയ ഉസ്ബെക്കിസ്ഥാൻ മാച്ചിനിടയിലാണ്. ഗ്യാലറി നിറയെ കൊളംബിയ ഫാൻസ്, അതിനിടയിൽ ഒരു ഉസ്ബെക്കിസ്ഥാൻ ഫാൻ പോയി. പക്ഷേ സ്പോർട്സ് അല്ലേ, കളി കൊളംബിയ തൂക്കി. നമ്മുടെ ചെക്കൻ അങ്ങ് സെറ്റായി, കരച്ചിലായി, ആകെ ഷോവും സീനായി. അപ്പോൾ എന്താ, ഓടിയിരുന്ന കൊളംബിയ ഫാൻസ് ഒരുമിച്ച് ഉസ്ബെക്കിസ്ഥാൻ ചിയർ ചെയ്യാൻ തുടങ്ങി. ചെക്കൻ ഉഷാറായില്ലേ? അവൻ ബാക്ക് ടു ഹോം ആൻഡ് സ്റ്റാർട്ടഡ് ചിയറിംഗ് ഫോർ ഹിസ് ഫേവറേറ്റ് ടീം. ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരെ കാണാൻ എന്ത് രസമല്ലേ? അപ്പോ ഈ ഫാൻ ഫൈറ്റ്സിന്റെ ഇടയിലും കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ മറക്കാതെ നമുക്ക് ഈ വേൾഡ് കപ്പ് എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. നമ്മുടെ MAMHSന്റെ വൈറൽ റീൽ നിങ്ങളും കണ്ടില്ലേ? കൂടുതൽ വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി നമ്മുടെ കൂട്ടുകാർ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും വോയിസ് ഓഫ് MAM. പാട്ട് കേൾക്കാം കൂട്ടുകൂടാം. Let's speak, sing and shine. This is your RJ Shana. Stay tuned for more fun and music. Hi guys, talent is cool, പക്ഷേ hard work, that is a whole different vibe. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫുട്ബോൾ ലോകത്തെ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 1985 ഫെബ്രുവരി 5-ന് പോർച്ചുഗലിലെ മഡേറ ദ്വീപിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് റൊണാൾഡോ ജനിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ബാല്യമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. യെസ്, ഹി വാണ്ടഡ് ടു ബി ദ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ. മറ്റുള്ളവർ അതൊരു സ്വപ്നമായി കണ്ടപ്പോൾ റൊണാൾഡോ അത് തന്റെ മിഷനാക്കി മാറ്റി. അങ്ങനെ 12-ാം വയസ്സിൽ സ്വന്തം വീടും കുടുംബവും വിട്ട് ലിസ്ബണിലേക്ക് പോയി ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഒരു ദിവസം മാറി നിന്നാലും ഹോംസിക്ക് ആകും. ബട്ട് റൊണാൾഡോ, he said no excuses, only goals. 15-ാം വയസ്സിൽ ഹൃദയ സംബന്ധമായ ഒരു രോഗപ്രശ്നം അദ്ദേഹത്തെ തേടിയെത്തി. പലരും സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്ന സാഹചര്യം. പക്ഷെ റൊണാൾഡോ കം ബാക്ക് സ്ട്രോങ്ങർ. 2003-ൽ ഇംഗ്ലണ്ടിലെ വമ്പൻ ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറിയ റൊണാൾഡോ നമ്മുടെ സൂപ്പർ ഹീറോയായി മാറി. അപ്പോൾ ലോകം ഒരു പുതിയ താരത്തെ കണ്ടു. അവിടെ നിന്നാണ് CR7 എന്ന ബ്രാൻഡ് ജനിച്ചത്. പിന്നീട് റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ റിയൽ മാഡ്രിഡിലെത്തിയ റൊണാൾഡോ ഗോൾ മഴ പെയ്ച്ച് സീൻ വേറെ ലെവലാക്കി. 5 ബാലൺ ഡോർ പുരസ്കാരങ്ങൾ, അനവധി റെക്കോർഡുകൾ, 923 ഗോളുകളാണ് റൊണാൾഡോ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാൽ റൊണാൾഡോയുടെ ഏറ്റവും വലിയ വിജയം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. 2016-ൽ പോർച്ചുഗലിനെ യൂറോ കിരീടത്തിലേക്ക് നയിച്ചപ്പോൾ the whole world said, the guy isn't just a player, he is a leader. ഇല്ലായ്മയിൽ നിന്ന് വിജയത്തിലേക്ക്, പരാജയങ്ങളിൽ നിന്ന് റെക്കോർഡുകളിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മെ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യം മാത്രം: ഡ്രീം ബിഗ്, വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റേ കൺസിസ്റ്റന്റ്. ടാലന്റ് ഗെറ്റ്സ് യു നോട്ടീസ്ഡ്, ബട്ട് ഹാർഡ് വർക്ക് മേക്ക് യു അൺഫോർഗറ്റബിൾ. ഇതായിരുന്നു ഒരു സാധാരണ കുട്ടിയിൽ നിന്ന് ഇന്ന് ലോക ഫുട്ബോളിന്റെ ഇതിഹാസമായി മാറിയ
റൊണാൾഡോയുടെ കഥ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ആദി. Stay cool, stay inspired and remember, this is Voice of America signing out.